ഏപ്രിൽ 10-ാം തീയതി തിയേറ്ററിലെത്തുന്ന ബസൂക്ക എന്ന ചിത്രത്തെക്കുറിച്ചുള്ള വമ്പൻ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതൊരു നവാഗത സംവിധായകൻ്റെ സിനിമയാണ്, അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ സൈഡ് എല്ലാം വീക്കായിരിക്കുമെന്ന്. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം കാര്യങ്ങൾ അങ്ങനെയല്ല. ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. മമ്മൂക്കയുടെ അടുത്ത് കഥ പറയാൻ വന്ന ഡീനോ ഡെന്നീസിനെ കൊണ്ട് തന്നെ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യിപ്പിക്കുകയായിരുന്നു മമ്മൂക്ക അപ്പോൾ പറഞ്ഞ കാര്യം, ഇത്രയും നന്നായി കഥ പറഞ്ഞ നിനക്കല്ലാതെ ഈ ഒരു സിനിമ എടുത്തു വെക്കാൻ കഴിയില്ല. ബസൂക്ക എന്ന ചിത്രത്തിന്റെ ടെക്നിക്കൽ സൈഡുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്ത് വന്ന റിപ്പോർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അനാഫോർമിക് വൈഡ് സ്ക്രീൻ ഫോർമാറ്റിലാണ് ബസൂക്ക തിയേറ്ററിൽ എത്തുന്നത്. അതായത് സാധാരണ സിനിമകളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ വിശാലമായ വിഷ്വൽ എഫക്റ്റ് ബസൂക്കയിൽ കാണാൻ സാധിക്കും. അലക്സ 35 ക്യാമറയിലൂടെ ARRI ഡിജിറ്റൽ സിനിമാറ്റോഗ്രാഫിയാണ് ബസൂക്കയുടേത്. വൈഡ് ആംഗിൾ വിഷ്വൽസിന് ഏറെ പ്രാധാന്യമുണ്ട് ബസൂക്കയ്ക്ക്. അതിനൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ചിത്രത്തിന്റെ ചിത്രീകരണങ്ങളും മറ്റു മേഖലയും പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് പ്രേക്ഷകന് സമ്മാനിക്കാനുള്ള സാധ്യത ബസൂക്കയിൽ തെളിഞ്ഞു കാണുന്നു. മമ്മൂക്കയോടൊപ്പം ഒട്ടനവധി വലിയ താരങ്ങളും സിനിമയുടെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. തമിഴിൽ നിന്നും ഗൗതം വാസുദേവ് മേനോന്, ബാബു ആന്റണി, ഷൈൻ ടോം ചാക്കോ, സിദ്ധാർത്ഥ് ഭരതൻ, സണ്ണി വൈന്, ബാബു ആന്റണി, അങ്ങനെ മുന്നിലും പിന്നിലും എല്ലാം നല്ല താരങ്ങളും ടെക്നീഷ്യൻസ് എല്ലാം അണിനിരുന്ന സിനിമ തന്നെയാണ് ബസൂക്ക. ഒരു നവാഗത സംവിധായകന്റെ സിനിമയല്ലേ, അത് ഏറിയാൽ എത്ര പോകുന്നു നമുക്കറിയാം എന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു ചിത്രത്തെ മുഖം തിരിച്ച് കാണല്ല, വേറിട്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പ്രേക്ഷകന് സമ്മാനിക്കുന്ന ഒരു കൊടൂര ഐറ്റം ആവാനുള്ള സാധ്യത ബസൂക്കയിൽ നാം തെളിഞ്ഞു കാണുന്നു. മേക്കിങ്ങും ടെക്നിക്കൽ സൈഡെല്ലാം അടിപൊളിയായി ഓക്കെയായി പെർഫെക്റ്റായി ചെയ്തു വെച്ചപ്പോൾ കഥ പറയാമെന്ന ഡീനോ ഡെന്നീസ് തിരക്കഥ ഗംഭീരമാക്കിയിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഏപ്രിൽ 10-ാം തീയതി 250-300 സ്ക്രീനിലാണ് ബസൂക്ക ചിത്രം തിയേറ്ററിൽ എത്തുക എന്നുള്ള റിപ്പോർട്ടാണ് ഒടുവിലായിട്ട് വന്നിരിക്കുന്നത്. ഇന്നലെ മമ്മൂക്കയുടെ ഒരു FB പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ട്രെയിലർ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്ന്. എമ്പുരാൻ ചിത്രത്തിന്റെ റിലീസിന്റെ മുന്നേ തന്നെ ബസൂക്ക എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇറക്കി വിടാനുള്ള പ്രധാന കാരണം എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ കൂടെ തിയേറ്ററിൽ ട്രെയിലർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ബസൂക്കയുടേത്. മമ്മൂക്കയുടെ ഫാൻ ബോയ് ആണ് ഡീനോ ഡെന്നീസ്. കൊടൂര ലുക്കിലാണ് മമ്മൂക്കയെ ഡീനോ ഡെന്നീസിന് ബസൂക്ക എന്ന ചിത്രത്തിൽ കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തെ യൂസ് ചെയ്യുക എന്നുള്ളത് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളും ബസൂക്ക എന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. ഓക്കെ, ബൈ.